പ്രൈസ് ലോർഡ്. പ്രിയരെ, നിങ്ങളേവരെയും ഞാൻ ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല. അവനൊപ്പം പറയാൻ ആരുമില്ല, അവനെ പോലാരാധ്യനില്ല. അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല. അവനൊപ്പം പറയാൻ ആരുമില്ല, അവനെ പോലാരാധ്യനില്ല. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2026 ഫെബ്രുവരി മാസം 21 വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. നമ്മുടെ വിലാപത്തെ നൃത്തമാക്കുന്ന ദൈവം. പ്രിയരെ, പ്രാരംഭ വാക്യത്തിലേക്ക് 30 സങ്കീർത്തനം അതിൻ്റെ 11 വാക്യം. നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു, എൻ്റെ രട്ട് നീ അഴിച്ച് എന്നെ സന്തോഷം ഉടിപ്പിച്ചിരിക്കുന്നു. പ്രിയരെ, പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. ഈ പ്രഭാതത്തിൽ ഞാനും നിങ്ങളും ഒരുമിച്ച് ചിന്തിക്കുന്നത് നമ്മുടെ വിലാപങ്ങളെ നൃത്തമാക്കുന്ന ദൈവത്തെക്കുറിച്ചാണ്. എപ്പോഴാണ് പ്രിയരെ നമ്മുടെ വിലാപങ്ങൾ നൃത്തമായി തീരുന്നത്? നാളുകൾ കാത്തിരുന്ന, നാളുകൾ പ്രാർത്ഥിച്ച വിഷയത്തിനകത്ത് നമ്മുടെ ദൈവം മറുപടി പറയുമ്പോൾ, അർഹിക്കാത്ത ചില വിടുതലുകൾ നമ്മുടെ മേലിൽ സംഭവിക്കുമ്പോൾ, ഇതാ നമുക്ക് വലിയ സന്തോഷം, വലിയ നൃത്തം സംഭവിക്കുകയാണ്. നിങ്ങളൊന്ന് നോക്കിയേ, അപ്പനും അമ്മയും ഉപേക്ഷിച്ച എസ്തേറിന്റെ മേളിൽ രാജാവ് മറ്റ് സ്ത്രീകളെക്കാളും അധികം സ്നേഹിച്ച് അവളുടെ മുകളിലേക്ക് ആ കിരീടം വെച്ചു കൊടുക്കുമ്പോൾ അവളിൽ വെളിപ്പെടുന്ന ആനന്ദം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഈ പ്രഭാതത്തിൽ നാളുകൾ കരഞ്ഞുകൊണ്ടിരുന്നിടത്ത്, നാളുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിടത്ത് നിങ്ങളുടെ മേളിൽ ഒരു വലിയ അത്ഭുതം സംഭവിക്കാൻ പോവുകയാണ്. ആ അത്ഭുതത്തിനകത്ത് ആനന്ദത്തിൻ്റെ കണ്ണുനീര് വെളിപ്പെടും കേട്ടോ. ആ അത്ഭുതത്തിനകത്ത് ഇതുവരെയും കാണാത്ത ആരാധന വെളിപ്പെട്ടു വരും. ഞാൻ വിശ്വസിക്കുന്നു, ഈ പ്രഭാതത്തിൽ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അനേക കുടുംബങ്ങളിൽ, അനേക ജീവിതങ്ങളിൽ ദൈവം ഒരു അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഈ പ്രഭാതം ഇതൊരു പ്രവചന ശബ്ദമായി തീരട്ടെ. നമ്മുടെ വിലാപങ്ങളെ നൃത്തമാക്കുന്ന ദൈവം. ഒന്നുകൂടെ ശ്രദ്ധിച്ചു നോക്കിയാൽ പുറപ്പാട് പുസ്തകത്തിനകത്ത് നമുക്ക് കാണാം, നീണ്ട നാളുകളായി ശത്രുവിന്റെ കയ്യിൽ നിന്ന ഇസ്രായേൽ ജനം ഇതാ പുറപ്പാടിലേക്ക് വരികയാണ്. അവരെ കണ്ണുനീരിനെയും അവരെ കഷ്ടതകളെയും അവരുടെ അവസ്ഥയും കണ്ട് മനസ്സലിഞ്ഞ ദൈവം മോശ മുഖാന്തരം അവരെ വിടുവിക്കുകയാണ്. അവരെ വാഗ്ദത്ത ദേശത്തിലേക്ക് അവരെ കരം പിടിച്ചു നടത്താൻ പോകുമ്പോൾ അവർക്കുണ്ടായ സന്തോഷം, ഇതാ ചെങ്കടൽ പിളർന്ന് അവരക്കരെ കയറുമ്പോൾ അവർക്കുണ്ടായ അനുഭവം, അവർ പിറകിൽ നോക്കുമ്പോൾ ഇനി ശത്രു ഇല്ല, ഫറവോൻ ഇല്ല എന്നുള്ളത് കണ്ടപ്പോൾ മിരിയാമും കൂട്ടരും ചേർന്നുകൊണ്ട് തപ്പെടുത്ത് ദൈവത്തെ വലിയ നിലയിൽ നൃത്തം ചെയ്ത് ആരാധിക്കുകയാണ്. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഈ പ്രഭാതത്തിൽ ഒരുമിച്ചൊന്ന് പറഞ്ഞോ, നാളുകൾ കാത്തിരുന്ന വിടുതൽ, നാളുകൾ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി അത് ചെയ്യണമേ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നെടുത്ത് ഇന്നൊരു അത്ഭുതം സംഭവിക്കാൻ പോവുകയാണ്. ഒന്ന് വിശ്വസിക്കാൻ പറ്റുമോ? നിങ്ങളുടെ ഭവനത്തിനകത്ത്, നിങ്ങളുടെ തലമുറയുടെ മേളിൽ ഇന്ന് ആ അത്ഭുതകരം ചലിക്കാൻ പോവുകയാണ്. പുറപ്പാട് പുസ്തകത്തിലേക്ക് നമുക്കൊന്ന് ഓടി വരാം പ്രിയരെ. പുറപ്പാട് പുസ്തകം 15 അധ്യായം അതിൻ്റെ 20-21 വാക്യങ്ങൾ. അഹരോന്റെ സഹോദരി മിരിയാം എന്ന പ്രവാചകി കയ്യിൽ തപ്പെടുത്ത് സ്ത്രീകൾ എല്ലാവരും തപ്പുകളോടും നൃത്തങ്ങളോടും കൂടെ അവളുടെ പിന്നാലെ ചെന്നു.
21 വാക്യം, മിരിയാം അവരോട് പ്രതിഗാനമായി ചൊല്ലിയത്, യഹോവയ്ക്ക് പാട്ടുപാടുവിൻ, അവൻ മഹോന്നതൻ, കുതിരകളെയും അതിൽ ഇരുന്നവരെയും അവൻ കടലിൽ തള്ളിയിട്ടിരിക്കുന്നു. ഈ വചന പശ്ചാത്തലം ഒരുപക്ഷെ നിങ്ങൾ വായിച്ചിട്ടുള്ളതായിരിക്കാം. നമുക്ക് ഒരുമിച്ച് ചേർന്ന് മിരിയാമിനോടൊന്ന് ചോദിക്കാം, എന്താ ഇപ്പോൾ ഈ നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കുന്നത്? മിരിയാം പറയും, നാളുകൾ കരഞ്ഞിട്ടുണ്ട് കേട്ടോ, ഞങ്ങളുടെ സകല കുഞ്ഞുങ്ങളെയും ഫറവോൻ വെള്ളത്തിൽ മുക്കി കൊന്നുകളയുമ്പോൾ, എന്നാൽ ഇപ്പോൾ എൻ്റെ ദൈവം അതിന് പകരം ചെയ്യുകയാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമോ? നാളുകൾ നിങ്ങൾ കരഞ്ഞെടുത്ത് നിങ്ങളുടെ കണ്ണുനീരെ തുടയ്ക്കാൻ എൻ്റെ ദൈവം ഇറങ്ങി വരികയാണ്. നയലിലെ വിധവയുടെ ഏക മകനും മരിച്ചു, അവൾ നിലവിളിച്ചുകൊണ്ട് ഇതാ അവസാനിച്ചെന്ന് പറഞ്ഞ് മുമ്പോട്ട് വരുമ്പോൾ അവളോട് വന്ന്, ഇനി കരയണ്ട, നിന്റെ വിഷയത്തിന് മറുപടിയായെന്ന് പറഞ്ഞുകൊണ്ട് ആ ശവമഞ്ചത്തിൽ തൊട്ട് അവളുടെ മകനെ ദൈവം മടക്കി കൊടുക്കുകയാണ്. എന്നെ കേൾക്കുന്നവരെ, കൂടെ കരഞ്ഞവളും ആ നയിലെ വിധവയും ഇപ്പോൾ ആനന്ദ കണ്ണുനീരിലായിരിക്കും നിൽക്കുന്നത്. കാരണം അവസാനിച്ചതിനെ ദൈവം മടക്കി കൊടുക്കുകയാണ്. 18 വർഷമായ കൂനിയായ സ്ത്രീ എല്ലാവരാലും നിന്ദിക്കപ്പെട്ട കളിയാക്കപ്പെട്ടവളായിരിക്കും. ഇവൾക്ക് മാത്രം വിടുതലില്ലല്ലോ എന്ന് പറഞ്ഞു കാണാം. പക്ഷേ അന്നത്തെ ആലയത്തിലെ ആരാധനയിൽ യേശു അവളുടെ മേളിൽ കൈവച്ചുകൊണ്ട് അവളെ പിടിച്ചുയർത്തുകയാണ്. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ 18 വർഷമായി മുകളിൽ ഒരു നന്മയും കാണാത്തവൾ ഇപ്പോൾ തല നിവർത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി കാണുകയാണ്. ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നത്, അവൾ ആരാധിച്ച് കാണും, അവൾ ദൈവത്തിന് നന്ദി പറഞ്ഞു കാണും. ഞാൻ ഇങ്ങനെ ആത്മാവിൽ പറഞ്ഞോട്ടെ, ഇതാ മിരിയാമും കൂട്ടരും പറഞ്ഞത്, ഞങ്ങളുടെ തലമുറകളെ വെള്ളത്തിൽ മുക്കിക്കൊണ്ട ഫറവോനെ എൻ്റെ ദൈവം നിന്നോട് മറുപടി പറഞ്ഞു. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇന്ന് ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്നവർ ചിലർ പറയാൻ പോകുക, നാളുകൾ ഞങ്ങൾ കരഞ്ഞെടുത്ത് എൻ്റെ ദൈവം മറുപടി പറഞ്ഞിരിക്കുകയാണ്, എൻ്റെ ദൈവം അത്ഭുതം ചെയ്തിരിക്കുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് പുതിയ നിയമത്തിൽ ഒരു ഭാഗം കൂടെ ഒന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിലേക്ക് വന്നാൽ, അമ്മയുടെ ഉദരം മുതൽ മുടന്തനായ ഒരു മനുഷ്യനെ ദിനം പ്രതി ദേവാലയത്തിൻ്റെ ഫ്രണ്ടിൽ യാചകനായി അല്ലെങ്കിൽ ഭിക്ഷ യാചിക്കുവാൻ കൊണ്ടുവന്നിരുത്താറുണ്ട്. എന്നാൽ പത്രോസ് യോഹന്നാനും ആലയത്തിലേക്ക് കടക്കാൻ പോകുന്നത് കണ്ടപ്പോൾ അവൻ പ്രതീക്ഷിച്ചു വല്ലതും കിട്ടുമെന്ന്. അവൻ അവരോട് യാചിക്കുന്ന ആ മിനിറ്റിൽ പത്രോസ് അവനെ ഉറ്റു നോക്കിക്കൊണ്ട്, വെള്ളിയും പൊന്നും എനിക്ക് തരാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് കരം പിടിച്ചുകൊണ്ട് അവനെ എഴുന്നേൽപ്പിക്കുകയാണ്. അവൻ കുതിച്ചെഴുന്നേറ്റാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അവൻ തുള്ളിയും ചാടിയും ദൈവത്തെ ആരാധിച്ചുകൊണ്ട് അവരോടുകൂടെ ആലയത്തിൽ കയറുകയാണ്. നമുക്ക് ഈ മനുഷ്യനോടൊന്ന് ചോദിക്കാം, എന്താ നിനക്കിത്ര തുള്ളല്, എന്താ നിനക്കിത്ര ആരാധന? അവൻ പറയും, കഴിഞ്ഞ 40-ലധികം വർഷമായി എൻ്റെ വിഷയത്തിന് മറുപടി തന്നിരിക്കുകയാണ് എൻ്റെ ദൈവം. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ആ ആലയത്തിനകത്തൊന്ന് കയറി ദൈവത്തെ ആരാധിക്കണമെന്നുള്ളത്. പലരും എൻ്റെ യാചന കണ്ടിട്ട് എനിക്ക് ഭിക്ഷ തന്നിട്ടുണ്ട്. പക്ഷേ അവരെല്ലാം ഈ ആലയത്തിൽ കയറുമ്പോഴും എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു, എനിക്കും ഈ ആലയത്തിൽ കയറിയൊന്ന് ദൈവത്തെ ആരാധിക്കണം. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ വിലാപം നൃത്തമാകാൻ പോവുക. നിങ്ങളുടെ വലിയ ആഗ്രഹങ്ങളെ ദൈവം സാധിപ്പിക്കാൻ പോവുക. നിങ്ങളുടെ വിഷമങ്ങളെ ദൈവം തീർക്കുവാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവർ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് പറഞ്ഞേ, ഇന്ന് എനിക്ക് വേണ്ടി ഒരു അത്ഭുതം എൻ്റെ കർത്താവ് ചെയ്യും. ആ മനുഷ്യൻ അർഹിക്കാത്ത നന്മയിലേക്ക് ഇതാ ആലയത്തിനകത്ത് പത്രോസിനോട് യോഹന്നാനോട് ചേർന്ന് നിൽക്കുകയാണ്. മറ്റു പല ഉന്നതന്മാരും വന്നിട്ടും അവർക്ക് ചെല്ലാൻ പറ്റാത്ത സ്ഥലത്തേക്ക് ഇതാ എൻ്റെ ദൈവം അർഹിക്കാത്ത നിലയിൽ ഈ മനുഷ്യനെ സാക്ഷിയാക്കി നിർത്തുകയാണ്. നിങ്ങളുടെ ജീവിതം ഇന്നു മുതൽ ഒരു വലിയ അത്ഭുതമാകാൻ പോവുക. നിങ്ങളുടെ ജീവിതം ഇന്നു മുതൽ ഒരു വലിയ ഉയർച്ചയായി മാറാൻ പോവുക. അങ്ങനെ വിശ്വസിക്കുന്നവർ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഒന്ന് കണ്ണുകൾ അടയ്ക്കാം. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, ഈ പ്രഭാതത്തിൽ അങ്ങ് ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങളുടെ വിലാപങ്ങളെ നൃത്തമാക്കും, ഞങ്ങളുടെ അവസ്ഥകളെ അങ്ങ് മാറ്റും. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ചത് വിശ്വസിക്കുന്നു. ഇന്നു മുതൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം, ഞങ്ങളുടെ സന്തോഷം വെളിപ്പെടാൻ പോവുകയാണ്. ഞങ്ങളത് വിശ്വസിക്കുന്നു. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ എല്ലാ ദിവസവും വൈകിട്ട് ഇന്ത്യൻ സമയം 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധനയുണ്ട്. അനേക ആയിരങ്ങൾക്ക് അത് വിടുതലായിട്ടുണ്ട്. പ്രിയരെ, നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്, നിങ്ങളും അതിലേക്ക് കടന്നോണം. ഒരു പ്രാവശ്യമെങ്കിലും ഈ സൂം ആരാധന അറ്റൻഡ് ചെയ്താട്ടെ. നിങ്ങൾ ഇന്ന് തന്നെ ആ സൂം ഐഡിക്ക് വേണ്ടി വിളിക്കാൻ തയ്യാറാകണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾക്ക് 811 കാണുന്ന നമ്പറുകളിലേക്ക് വിളിച്ചാട്ടെ. വാട്സാപ്പിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്താട്ടെ. കർത്താവിൻ്റെ വലിയ വിശ്വസ്തത നിങ്ങൾ കാണാൻ പോകും. അതേപോലെ തന്നെ നേരിട്ട് ഒരു ആരാധനയ്ക്കെങ്കിലും വരാൻ പറ്റുമെങ്കിൽ കൊല്ലത്തോ തിരുവനന്തപുരത്തോ തൃശ്ശൂരിലോ എറണാകുളത്തോ ഒക്കെ വരാൻ പറ്റുമെങ്കിൽ നിങ്ങൾ കടന്നു വരണമെന്ന് ഓർപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ അധികത്തിൽ മാനിക്കട്ടെ. കർത്താവിൻ്റെ വലിയ കാര്യം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.